ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മനസ്സിന് ബലം വേണം, ഒരു ധൈര്യം വേണം. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ അനുഗ്രഹിക്കുന്നത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമി തന്നെയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകദേശം അടുത്തായിട്ട് 3 കിലോമീറ്റർ ദൂരെയായിട്ട് നെന്മിനി ബലരാമ ക്ഷേത്രം ഉണ്ട്. ആദ്യം അത് വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. ഇന്ന് ഗുരുവായൂർ ദേവസ്വം അത് ഏറ്റെടുത്തു. പിന്നെ കമ്മിറ്റി മെമ്പർ പ്രശാന്ത് അവരുടെയൊക്കെ എന്തെന്നില്ലാത്ത ഉത്സാഹത്തിൽ ആ ക്ഷേത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. പണ്ട് ഞാനവിടെ ഭാഗവത സപ്താഹം നടത്തിയ സമയത്ത് ഒരു 10-12 വർഷം മുമ്പേ അത് വളരെയധികം ശോചനീയമായ അവസ്ഥയായിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്ന് വളരെ മനോഹരമായിട്ട് ആ അമ്പലം അതിൻ്റെ റിനോവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ധാരാളമായിട്ട് തൊഴാനായിട്ട് വരുന്നു അവിടെ. പിന്നെ അവിടെ വളരെയധികം നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം കാണാൻ സാധിക്കുന്നത്. അഷ്ടമരോഹിണി അതൊക്കെ വളരെ ഗംഭീരമായിട്ട് അവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞ് അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ജ്യേഷ്ഠനെയും കൂടി കാണേണ്ടതായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും ബലരാമക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വലിയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. ഹരേ കൃഷ്ണ.